നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ 130ാം ജന്മവാർഷികാഘോഷ പരിപാടികൾക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. നെഹ്റു ജ്യോതി പ്രയാണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല തിരിതെളിച്ചു. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് കഥകളി ആചാര്യ പുരസ്കാരം. നാട്യരത്നം കണ്ണൻ പാട്ടാളി ട്രസ്റ്റാണ് പുരസ്കാരം സമർപ്പിച്ചത്. ജന്മസിദ്ധമായ കഴിവുകൾ വരയിലാക്കിയ വേലേശ്വരത്തെ മണിക്കുട്ടന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജനമൈത്രി പോലീസുമായി സഹകരിച്ച് കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുതുവത്സരാഘോഷത്തിന് വിവിധ സംഘടനകൾ ഒരുങ്ങുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാഞ്ഞങ്ങാടിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷം 29-ന് നടക്കും. നെല്ലിത്തറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂങ്കാവനം സഭാമണ്ഡപം സമർപ്പണം നടന്നു. മുട്ടുംതല മഖാമുറൂസിന് വിശ്വാസികളുടെ വൻ തിരക്ക്. വാർത്തകൾ വിശദമായി. 30% വോട്ടിന്റെ പിൻബലത്തിലാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കോൺഗ്രസിന്റെ 130ാം ജന്മവാർഷികാഘോഷ പരിപാടികൾക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നെഹ്റു ജ്യോതി പ്രയാണം പുതിയകോട്ട മാധോപ്പ് മൈതാനിൽ വെച്ച് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പുതിയകോട്ട നെഹ്റു മൈതാനിയിൽ നെഹ്റു പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ച ശേഷമാണ് അദ്ദേഹം ചടങ്ങിനെത്തിയത്. കോൺഗ്രസിന്റെ 130ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നെഹ്റു ജ്യോതി പ്രയാണം സംഘടിപ്പിച്ചത്. ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാഞ്ഞങ്ങാട്ടിന് സുപ്രധാനമായ സ്ഥാനമുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾ ആർക്കും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് തുടങ്ങിയ ഈ പ്രദേശങ്ങളിൽ അലയടിച്ച ജനകീയ മുന്നേറ്റം, സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയായി മാറിയ ഈ പ്രദേശങ്ങൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി അന്ന് ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടിയ പ്രദേശങ്ങളാണിതെല്ലാം. ഇവിടുത്തെ ജനങ്ങൾ അന്ന് മംഗലാപുരം ജില്ലയായി ഇരുന്ന ഈ പ്രദേശങ്ങളാകെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായങ്ങൾ എഴുതി ചേർത്ത പ്രദേശങ്ങളാണ്. ചടങ്ങിൽ സ്വാതന്ത്ര്യ സേനാനി ഡോക്ടർ NS സുബ്രാവിനെ ആദരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. ഹൊസ്ദുർഗ് താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന്റെ ശതവാർഷികാഘോഷം ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് താലൂക്കിന്റെ ശതവാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ജില്ലാതല ക്വിസ് മത്സരം നടന്നു. ജില്ലാതല ക്വിസ് മത്സരത്തിൽ സബ് കളക്ടർ ജീവൻ ബാബു ക്വിസ് മാസ്റ്ററായി. ഇദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയും. നമ്മൾ ചോദിക്കില്ല, നിങ്ങൾ കുട്ടികളാണ്, കുട്ടികൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ വീണ്ടും മുറുക്കാങ്കട പക്ഷെ എന്തോ ഒരാളാണ്. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ നിരവധി വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. ഹൈസ്കൂൾ, +2 വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. റവന്യൂ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ക്വിസ് മത്സരം നിയന്ത്രിക്കാനെത്തിയിരുന്നു. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആദരിച്ചു. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റ് കഥകളി ആചാര്യ പുരസ്കാരം നൽകിയാണ് ആദരിച്ചത്. അരവത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങ് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. ആഘോഷം നടക്കുന്നുണ്ട്, 2ാമത്തെ വാർഷികാഘോഷം. ഇതിൽ ഒരു കഥകളിയുടെ നടനായ കണ്ണൻ ആശാൻ അവരെ ഇന്ന് ഒരു പുരസ്കാരം നേടി ഗൗരവ ആദരത്തോടു കൂടി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ AM ശ്രീധരൻ അധ്യക്ഷനായി. ഉദുമ MLA K കുഞ്ഞിരാമൻ പുരസ്കാര സമർപ്പണം നടത്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ദാമോദര തന്ത്രി ഉസ്താദ് ഹസൻബായ്, നീലേശ്വരം നാരായണ മാരാർ,
ലക്ഷ്മികാന്ത അഗിത്തായ എന്നിവർക്ക് ട്രസ്റ്റ് രക്ഷാധികാരി കെ കുഞ്ഞിരാമൻ MLA ഉപഹാരങ്ങൾ നൽകി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ നായർ, കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ, സന്തോഷ് പറയാൽ, VV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രസ്റ്റ് നടത്തുന്ന പഠന ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടന്നു. കല്യാണ സൗഗതിയും കഥകളിയും അരങ്ങേറി. ജന്മസിദ്ധമായ കഴിവുകൾ വേലശ്ശേരത്തെ മണിക്കുട്ടനെ ചിത്രകാരനാക്കി. മണിക്കുട്ടൻ വരച്ചെടുത്തത് നാട്ടുകാരുടെ അപൂർവമായ ചിത്രങ്ങൾ. മനസ്സിൽ പതിഞ്ഞ മുഖങ്ങളും കാഴ്ചകളും വരയിലെത്തിച്ച് വേലാശ്വരത്തെ മണിക്കുട്ടൻ വിസ്മയം തീർക്കുന്നു. അക്കാദമിക് പഠനങ്ങളില്ലാതെ ആർട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാതെ മണിക്കുട്ടൻ വരച്ചെടുത്തത് 60ഓളം ചിത്രങ്ങൾ. വേലാശ്വരം വിശ്വഭാരതി ക്ലബിന്റെ 50ാം വാർഷികത്തിന്റെ സമാപനത്തിൽ മണിക്കുട്ടൻ ഒരുക്കിയ ചിത്രപ്രദർശനം വേറിട്ട അനുഭവമായി. സുഹൃത്തുക്കൾ മൊബൈലിൽ പകർത്തിയെടുത്ത ചിത്രങ്ങൾ രേഖാചിത്രങ്ങളായി പ്രദർശിപ്പിച്ചപ്പോൾ കാഴ്ചക്കാർക്കും അത് അത്ഭുത കാഴ്ചയായി. വേലാശ്വരത്തെ കർഷകരും പൊതുപ്രവർത്തകരുമെല്ലാം മണിക്കുട്ടന്റെ ക്യാൻവാസിൽ ചിത്രങ്ങളായെത്തി. ജന്മസിദ്ധമായി ലഭിച്ച കഴിവുകൾ ഉപയോഗിച്ചാണ് മണിക്കുട്ടൻ വരച്ചു തുടങ്ങിയത്. ചിത്രകാരൻ കൂടിയായ ജ്യേഷ്ഠൻ പ്രസാദിന്റെ വാക്കുകൾ മാത്രമാണ് തുണയായി ഉണ്ടായത്. പ്രസാദിന്റെ വാക്കുകൾ മണിക്കുട്ടൻ പ്രോത്സാഹനമായി. ഒപ്പം വേലാശ്വരം വിശ്വഭാരതി ക്ലബ് പ്രവർത്തകർ പ്രോത്സാഹനമായി എത്തി. മറ്റ് ചിത്രപ്രദർശനങ്ങളിൽ നിന്നും വേറിട്ട് നാട്ടിൻപുറത്തെ നാട്ടുകാരുടെ ചിത്രങ്ങൾ പകർത്തി പ്രദർശിപ്പിച്ചത് കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. പുതിയ വർഷത്തെ രജിസ്ട്രേഷൻ പുതുക്കൽ ക്യാമ്പയിനും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുടെ ഏകസംഘടനയായ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ ജനുവരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നീലേശ്വരത്ത് നടന്നത്. ജനതകലാ സമിതിയിൽ നടന്ന സമ്മേളനം സംഘടനയുടെ സംസ്ഥാന വനിതാ വിഭാഗം ചെയർപേഴ്സൺ പി പ്രിയമത ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ വെച്ച് ഒരു വനിതാ കൺവെൻഷൻ നടത്തുകയുണ്ടായി. എല്ലാ ജില്ലയിൽ നിന്നും നിരവധി വനിതാ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് കൺവെൻഷൻ വിജയമാക്കി തീർത്തു. തന്നെ ഒരു 10-30 പേരെ ഞാൻ തന്നെ ക്ഷണിച്ചിരുന്നു. അതിലാകെ 3 പേരാണ് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കൺവെൻഷനിൽ വെച്ച് ഒരു 16 കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ ചെയർപേഴ്സണായി എന്നെയും ജനറൽ സെക്രട്ടറിയായി ജനറൽ കൺവീനറായി മലപ്പുറത്തുള്ള വിമലയും തിരഞ്ഞെടുത്തു. അന്നത്തെ ആ സമ്മേളനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ KPPയുടെ ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു സമ്മേളനത്തിൽ ഒന്നായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണവർമ്മരാജ അധ്യക്ഷയായിരുന്നു. KTV രവീന്ദ്രൻ, K രമേശ്, MK രാജഗോപാലൻ, K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. K ലതിക സ്വാഗതവും NK രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലേക്കുള്ള 2015 വർഷത്തെ രജിസ്ട്രേഷൻ പുതുക്കൽ ക്യാമ്പയിനും ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും കാഞ്ഞങ്ങാട് ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. AC കണ്ണൻ നായർ സ്മാരക വായനശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയോജന സംരക്ഷണ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി AC കണ്ണൻ നായർ സ്മാരക ഹാളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ കേരള സീനിയർ സിറ്റിസൺ ഫോറമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മിനിസ്റ്റർ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഉദ്യോഗസ്ഥർ അവരുടെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തുടങ്ങാൻ താമസിച്ചു പോയി. എങ്കിലും അവരുടെ പ്രതിനിധിയായി നമ്മുടെ SI ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്ന വാർത്തകൾ വളരെയധികം നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്നും കാണുന്നത്. കാരണം ഒരു കാലത്ത് മക്കളുടെ ജീവനും അവരുടെ വളർച്ചയ്ക്കും അവരെ ഒപ്പം കൊണ്ടു നടന്ന രക്ഷിതാക്കളെ അവരുടെ വയസ്സായ കാലത്ത് പല വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരു കാലമായി ഇന്ന് നമ്മുടെ കാലം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സബ് കളക്ടർ K ജീവൻ ബാബു, കാഞ്ഞങ്ങാട് DSP ഹരിചന്ദ്ര നായക്, ജോർജ് വർഗീസ്, K സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. T അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ഹൊസ്തുർഗ് SI ബിജുലാൽ സ്വാഗതവും ജനമൈത്രി പോലീസ് SI വിശ്വേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചെറുവത്തൂർ മയ്യച്ചയിൽ താൽക്കാലിക തടയണ തകർന്നു. കരഭാഗത്തേക്ക് കിലോമീറ്ററുകളോളം ഉപ്പുവെള്ളം കയറി. കുടിവെള്ളം പോലും മുട്ടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കാര്യങ്കോട് പുഴയ്ക്ക് കരഭിത്തിയില്ലാത്തത് മൂലവും ആവശ്യമായ പ്രദേശങ്ങളിൽ തടയണകളില്ലാത്തത് മൂലവും വലിയ ദുരിതമാണ് മയ്യിച്ച, വെങ്ങാട്ട്, കാട്ടുതല പ്രദേശങ്ങളിലുള്ളവർ അനുഭവിക്കുന്നത്. കരഭാഗത്തേക്ക് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് ഇവിടെ പതിവാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് മൂലം തെങ്ങുകൾ വ്യാപകമായി നശിക്കുകയാണ്. വെള്ളം കയറിയത് മൂലം ഈ സമയത്ത് സ്ഥിരമായി നടത്താറുള്ള പച്ചക്കറി കൃഷിയും ഇത്തവണ പലർക്കും ചെയ്യാനായില്ല.
മയിച്ചയിൽ റെയിലിന് കിഴക്കുവശം ഒരു തടയണയുണ്ടെങ്കിലും ഇതിന്റെ പലകകൾ കാലപ്പഴക്കത്തിൽ നശിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്നതിന് പ്രധാന കാരണമായിരിക്കുന്നത്. കരഭാഗത്തേക്ക് കയറിയ ഉപ്പുവെള്ളം കിണറുകളിലെത്തിയാൽ കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഈ വണ്ട് എല്ലാ കാലങ്ങളിൽ നമ്മൾ നാട്ടുകാരാണ് ഇത് ശരിയാക്കൽ. ഇപ്രാവശ്യം ഇത് നുറക്കാതെ കൊണ്ട് ഈ പ്രദേശത്ത് ഒട്ടാകെ ഉപ്പുവെള്ളം കയറിയിട്ടില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ വീട്ടിൻ്റെ അരുവിൽ തന്നെ നല്ല വെള്ളം കിട്ടുന്നതാണ്. കൂര കുഴിച്ചാൽ തന്നെ നല്ല വെള്ളം കിട്ടും. ഇപ്പോൾ ഈ ഉപ്പുവെള്ളം കയറിയത് കൊണ്ട് നല്ല വെള്ളം കിട്ടാതാണ്. അല്ലെങ്കിൽ നമ്മളത് നേരത്തെ നാട്ടുകാർ ശ്രമത്തിൽ തന്നെ നമ്മളത് അടച്ചിട്ട് ഇപ്പം 3-4 വർഷങ്ങളായി ഇപ്പം ഇവിടെ ഈ സൈഡിലെല്ലാം നല്ല വെള്ളം കിട്ടുന്നത്. അപ്പം ഈ ഉപ്പുവെള്ളം കയറിയത് കൊണ്ട് ഇവിടെ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇല്ല. അത് പുഴ മറിയുന്നുണ്ടെങ്കിലും അത് പഞ്ചായത്ത് അവർ അതിൻ്റെ സൈഡ് കെട്ടിയിട്ട് മണ്ണിടേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. ഇത് പഞ്ചായത്ത് ഒരുപാട് കാലങ്ങളായി ഇത് കെട്ടിവെച്ചിട്ട് ഇപ്പോൾ പോയിട്ടില്ലത്. അവർ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കൽ പോലും ഇല്ല. ചെറുവത്തൂർ ഞാണങ്കൈ വളവിൽ അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർക്ക് നിസ്സംഗത. അധികാരികളുടെ മൗനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഞാണങ്കൈ വളവിൽ പ്രതീകാത്മക ഡിവൈഡർ തീർത്തു. ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയാണ് ചെറുവത്തൂർ ഞാണങ്കൈ. ഇവിടെയുണ്ടായ അപകടങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാതയുമായി ചീമേനി റോഡ് കൂടിച്ചേരുന്ന ഇവിടെ ഡിവൈഡർ ഇല്ലാത്തതാണ് പല അപകടങ്ങൾക്കും കാരണമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഡിവൈഡർ നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി മനുഷ്യ ഡിവൈഡർ ഒരുക്കിയത്. വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. എം സുമേഷ്, കെ വി സന്ദീപ്, പി സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമിഗീതം വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 31 കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ഭൂരഹിത കേരളം എന്ന പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് വാസയോഗ്യമല്ലാത്ത സ്ഥലം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിത കേരളം പദ്ധതിയിൽ 3 സെന്റ് സ്ഥലം കിട്ടിയ ഗുണഭോക്താക്കൾക്ക് വാസയോഗ്യമല്ലാത്തതും അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതും മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശം വിട്ട് കിലോമീറ്ററുകൾ ദൂരത്തിൽ സ്ഥലം നൽകിയതിനുമെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 31 രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിപാടി ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ CH കുഞ്ഞമ്പു, കെ നീലകണ്ഠൻ, സാജിദ് മൗവൽ, അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, നാരായണൻ പേരിയ, ചന്ദ്രശേഖരൻ, സുബൈർ പടുപ്പ്, കുഞ്ഞികൃഷ്ണൻ അമ്പലത്തറ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗവൺമെന്റ് അധികാരികൾ ഈ സ്ഥലം ഒഴിവാക്കിയിട്ട് വാസയോഗ്യമായ സ്ഥലം കൊടുക്കണം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. കരണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് കരണ്ട്, റോഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾ വില്ലേജ് ഓഫീസറിൽ ഈ സ്ഥലം അളക്കാൻ ചെന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു. ഇപ്പൊ ഇവിടെ പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 ഏക്കർ സ്ഥലത്ത് സ്ഥലം അളന്ന സമയത്ത് പോയപ്പോൾ ഈ സ്ഥലത്തേക്ക് റോഡില്ല. അപ്പോൾ റോഡിനെ പറ്റി പറയുമ്പോൾ അതിലെ ഇങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എതിലെയാണ് അതില അതുപോരാ. സ്ഥലത്തേക്ക് റോഡ് വേണമല്ലോ. അതുകൊണ്ട് ഈ സ്ഥലത്തേക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഏത് ഭാഗത്തൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഈ ഗുണഭോക്താക്കളെല്ലാം കിടക്കുന്നത്. അങ്ങനെ ആരും ഇപ്പം നിർമ്മാണ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വതമായ പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്നും വരണം. അസോസിയേഷൻ ഭാരവാഹികളായ VV ശ്രീധരൻ, അജയ് പരവനടുക്കം, സാലിക് കൈന്താർ, ശോഭ കീഴൂർ, ഷക്കീല ബഷീർ, ശാലിനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് മഹോത്സവത്തിന്റെ വിളംബരം അറിയിച്ച് കാസർഗോഡ് ഘോഷയാത്ര നടന്നു. കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാസർഗോഡ് മഹോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്ര മതമൈത്രിയുടെ സന്ദേശമായി മാറി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ്, NCC വോളണ്ടിയർമാർ, പള്ളിക്കര ഒരുമ കുടുംബശ്രീ വനിതകളുടെ ബാൻഡ് മേളം തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഘോഷയാത്ര നഗരപ്രദക്ഷിണം ചെയ്ത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു.
നഗരസഭാ ചെയർമാൻ ടി ഇ അബ്ദുള്ള, ജില്ലാ കളക്ടർ പി എസ് മുഹമ്മദ് സഗീർ, ജില്ലാ പഞ്ചായത്ത് അംഗം പാതൂർ കുഞ്ഞാമു ഹാജി, ADM എച്ച് ദിനേശ്, DTPC സെക്രട്ടറി നാഗേഷ് തെരുവത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, പൗരപ്രമുഖർ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാഞ്ഞങ്ങാടിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷം 29-ന് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ 29-ന് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടക്കും. ചടങ്ങിൽ ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ ആർ മുരുകൻ, ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ മാത്യു എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ലയൺ PP കുഞ്ഞികൃഷ്ണൻ, ലയൺ K ശ്രീനിവാസ് ഷേണായി, ലയൺ അനിൽകുമാർ, ലയൺ പ്രദീപ് കീനേരി, ലയൺ P നാരായണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ KM അഹമ്മദ് പുരസ്കാരത്തിന് KM അബ്ബാസ് അർഹനായി. മാർച്ച് ആദ്യവാരം കാസർഗോഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസ അനുഭവങ്ങൾ കഥകളിലൂടെയും കുറിപ്പുകളിലൂടെയും സമഗ്രമായി ആവിഷ്കരിച്ചതിനാണ് KM അബ്ബാസിനെ പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് കുമ്പള ആരിക്കാടി സ്വദേശിയായ KM അബ്ബാസിനെ തേടി ഇതിനകം തന്നെ നിരവധി പുരസ്കാരം എത്തിയിട്ടുണ്ട്. 10,001 രൂപയും പ്രശംസാപത്രവും ഫലവും അടങ്ങിയ പുരസ്കാരം മാർച്ച് ആദ്യവാരം കാസർഗോഡ് വെച്ച് സമ്മാനിക്കും. പത്മശ്രീ BR ഷെട്ടി, കേരള കർണാടക മന്ത്രിമാർ, MLA മാർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. KM അഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിലുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായ കാസർഗോഡിൻ്റെ പത്രമാധ്യമ യശസ് പ്രവാസ ഭൂമിയിലും ലോകത്തിനു മുമ്പിലും ഉയർത്തിക്കാട്ടിയ KM അബ്ബാസിന് KM അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ അഹമ്മദ് മാസിൻ്റെ പേരുള്ള അവാർഡ് നൽകാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിനുള്ള ഏകദേശം മാർച്ച് ആദ്യവാരം കാസർഗോഡ് വെച്ച് വിപുലമായ ഒരു ചടങ്ങിൽ വെച്ചാണ് അവാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കേരള കർണാടക മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പത്മശ്രീ BR ഷെട്ടി പോലുള്ള വ്യവസായ രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ചടങ്ങാണ് ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക വേദി പ്രവർത്തകരായ റഹ്മാൻ ഉദ്മ, സത്താർ ആരിക്കാടി, ഖാലിദ്, അഷ്റഫ് കർല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മുട്ടുന്തല മഖാം ഉറൂസിന് തിരക്കേറി. തിങ്കളാഴ്ച ഉറൂസിന് സമാപനം കുറിക്കും. മുട്ടുന്തല ഷൈഖ് ഉസ്ഹാഖ് വലിയുള്ളാഹി മഖാം മതമൈത്രിയുടെ ഭക്തിപ്രവാഹം കൊണ്ട് ജനസാന്ദ്രമാകുന്നു. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും 4 കിലോമീറ്റർ മാറി ചിത്താരിപ്പുഴയും അറബിക്കടലും സംഗമിക്കുന്ന പ്രകൃതി രമണീയത കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന മുട്ടുന്തലയിൽ ഇസ്ലാമിക ചൈതന്യവും ഏതൊരു മതജാതീയനും സ്വന്തം മതത്തിലൂന്നി മതമൈത്രിയുടെ ബഹുമാനവും ആദരവും നൽകി ഒത്തുകൂടുകയും കാണിക്കർപ്പിക്കുകയും ചെയ്യുന്ന ഒരാഘോഷമായിട്ടാണ് ഉറൂസ് രാവുകൾ സർവരും കാണുന്നത്. മുട്ടുന്തല മഖാം ഉറൂസിന്റെ ആഘോഷ പരിപാടി കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഗാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സലീം നദ്വി, സിംസാറുൽ ഹഖ് ഹുദവി, ഷഫീഖ് റഹ്മാനി കൊല്ലം എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഖത്മുൽ ഖുർആൻ പാരായണവും മൗലിദ് പാരായണവും നടക്കും. 4 മണിക്ക് ആയിരങ്ങൾക്ക് ഭക്ഷണ വിതരണം നൽകും. നെല്ലിത്തറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമ്മിച്ച പൂങ്കാവനം സഭാമണ്ഡപം സമർപ്പണം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മണ്ഡലവിളക്ക് മഹോത്സവത്തിനും തുടക്കമായി. നെല്ലിത്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമ്മിച്ച പൂങ്കാവനം സഭാമണ്ഡപം ശ്രീ 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 വിശ്വേശതീർത്ഥ സ്വാമിജി സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ എടമന ഈശ്വരൻ മെമ്പ്രാന്തരി K വേണുഗോപാലൻ നമ്പ്യാർ, ഡോക്ടർ KG പൈ, P ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, AK കുഞ്ഞിരാമൻ, P പത്മനാഭൻ, KV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PT മോഹൻകുമാർ സ്വാഗതവും M ജയകുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേർ എത്തിയിരുന്നു. അടമ്പിൽ പൂവത്തടി കാലിച്ചാൻ ദേവസ്ഥാനത്തെ കളിയാട്ട ഉത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഐതിഹ്യ സമ്പന്നമായ അടമ്പിൽ കാലിച്ചാൻ ദേവസ്ഥാനത്ത് കളിയാട്ടത്തിന് സമാപനം. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. കളിയാട്ടത്തിൽ കാലിച്ചാൻ ദൈവം, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിന്റെ 130ാം ജന്മവാർഷികാഘോഷ പരിപാടികൾക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. നെഹ്റു ജ്യോതി പ്രയാണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല തിരിതെളിച്ചു. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് കഥകളി ആചാര്യ പുരസ്കാരം. നാട്യരത്നം കണ്ണൻ പാട്ടാളി ട്രസ്റ്റാണ് പുരസ്കാരം സമർപ്പിച്ചത്. ജന്മസിദ്ധമായ കഴിവുകൾ വരയിലാക്കിയ വേലേശ്വരത്തെ മണിക്കുട്ടന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജനമൈത്രി പോലീസുമായി സഹകരിച്ച് കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു.
പുതുവത്സരാഘോഷത്തിന് വിവിധ സംഘടനകൾ ഒരുങ്ങുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാഞ്ഞങ്ങാടിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷം 29-ന് നടക്കും. നെല്ലിത്തറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂങ്കാവനം സഭാമണ്ഡപം സമർപ്പണം നടന്നു. മുട്ടുംതല മഖാമുറൂസിന് വിശ്വാസികളുടെ വൻ തിരക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.